എങ്ങനെയാണ് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ കഴിയുക? ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു, ഒരു രീതിയിൽ പറഞ്ഞാൽ അത് പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഈ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിനുള്ളിൽ അമേരിക്കയുടെ ട്രംപിന്റെ കാര്യമാണ്. ഒരുപക്ഷെ ഇനിയും ചർച്ചകൾ ഉണ്ടാകാം എന്നുള്ള ചെറിയ സാധ്യതകൾ ചിലർ വിലയിരുത്തുന്നുണ്ട്. മറ്റൊന്ന്, ട്രംപ് പറഞ്ഞിരിക്കുന്നു ഹോർമൂസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ ഇറാന് ആരൊക്കെ പണം കൊടുത്ത് ഇതുവഴി പോകുന്നു അവരെ എല്ലാം തടയും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയങ്ങളെ വിലയിരുത്തുന്നത്? ഹോർമൂസിൽ സന്നിഗ്ധ അവസ്ഥ തുടരുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും ഉപരോധം വരികയാണ്. ട്രംപ് ബ്ലോക്കേഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഇറാൻ ചുങ്കം പിരിക്കുന്നവയാണെങ്കിൽ അവ കടന്നു പോകാൻ തങ്ങൾ അനുവദിക്കില്ല, അത് തടയും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഏതാനും കപ്പലുകൾ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ശരാശരി 15 കപ്പലുകൾ എന്ന നിലയിൽ അകത്തോട്ട് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലും നിന്നു പോകത്തക്ക രീതിയിൽ ഡൊണാൾഡ് ട്രംപ് കല്ലേ പിളർക്കുന്ന ഒരു ശാസനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ ഏകപക്ഷീയമായി ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം താങ്കൾക്ക് വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹോർമൂസിൽ തട്ടിയാണ് ഒരു പരിധിവരെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച തകർന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ മധ്യസ്ഥരുടെ സഹായത്തോടുകൂടി നടന്ന പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ച തകരാനുണ്ടായ പ്രധാന കാരണം ഹോർമൂസിൽ ഒരു ധാരണയുണ്ടായില്ല, ആണവ വിഷയത്തിലും ഒരു ധാരണ ഉണ്ടായില്ല. ഇപ്പോഴിതാ ട്രംപ് പറയുന്നു തങ്ങൾ ഏത് നിലയ്ക്കും ഹോർമൂസ് തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കും എന്ന രീതിയിൽ തന്നെയാണ്. അതിനർത്ഥം ട്രംപ് ചുങ്കം പിരിക്കും എന്ന നിലയിലല്ല, അമേരിക്കയുടെ ചുങ്കം പിരിവ് എന്ന നിലയിലല്ല, ഇറാൻ ഒരു രീതിയിലും അവിടെ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ആയിരക്കണക്കിന് മൈനുകൾ ഹോർമൂസിന്റെ വിവിധ ഇടങ്ങളിലായി വിതറിയിട്ടുണ്ടാവണം. അവ നീക്കം ചെയ്യാൻ കഴിഞ്ഞ ദിവസം 2 അമേരിക്കൻ ഡിസ്ട്രോയേഴ്സ് കടന്നു വരികയും അതിലൊന്നിനെ ഇറാൻ നിർബന്ധപൂർവ്വം തിരിച്ചയക്കുന്ന, ഇറാന്റെ നാവികസേന അവിടെ ഇടപെടലുകൾ നടത്തി ഇറാൻ തിരിച്ചയക്കുന്ന രംഗം ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ അത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഒരു വശത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്തെ ആക്രമണോത്സുകമായ ഒരു അന്തരീക്ഷം ചുറ്റുപാടും ക്രിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ചർച്ച നടക്കുമ്പോൾ അതിൽ ഒരു പങ്കാളിയുടെ രാജ്യം അത് ഒരു മൈൻവാരി കപ്പലുകളുടെ രൂപത്തിലാണെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത് അത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ചർച്ച വിജയിക്കണം എന്ന് അമേരിക്കയ്ക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാതെ പോയി എന്ന് വേണം കരുതാൻ. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനനെതിരെ അതിശക്തമായ ആക്രമണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ, ഇസ്രായേലിന് ത്രെട്ട് ഉണ്ടാക്കുന്ന ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഒരു രീതിയും കാണുന്നു. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ദീസ് ടോക്സ് വെർ ലയബിൾ ടു ഫെയിൽ എന്ന പ്രതീതിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പ്രധാനപ്പെട്ട മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ 10 ഇന നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അതിൽ ചിലതൊക്കെ പ്രഥമ ദൃഷ്ട്യാ തന്നെ നടത്തിയെടുക്കാവുന്നതല്ല എന്ന് തോന്നാം. യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം, ഇറാനെ ആക്രമിക്കില്ല എന്ന നിർദ്ദേശം ഒരുപക്ഷെ അംഗീകരിക്കാം. അതാണല്ലോ ഇപ്പോൾ വെടിനിർത്തൽ എന്ന രൂപത്തിൽ വന്നിരിക്കുന്നത്. 2, ഇറാന്റെ സ്വാധീന മേഖലയായി ഹോർമൂസിനെ നിലനിർത്താൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ സ്വാധീന മേഖലയാണ്, പക്ഷേ പൂർണ്ണമായി ഹോർമൂസ് തടയുന്ന, ഇറാൻ ചുങ്കം പിരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നത് യുദ്ധത്തിന് മുൻപുള്ള സാഹചര്യങ്ങളിൽ നിന്നും വിഭിന്നമാണ്. യുദ്ധ സമയത്താണ് ഹോർമൂസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ഒരു കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഒരു മാറ്റം വരണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതൊരുപക്ഷെ ഇപ്പോൾ ഇറാൻ സമ്മതിച്ചില്ല എന്നതൊരു കാരണമാകാം. അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്ത് ഉറപ്പാണ് ഇറാന് കൊടുക്കാൻ കഴിയുക? ഇറാൻ ആക്രമിക്കില്ല എന്ന ഉറപ്പുകൾ കൊടുക്കാൻ കഴിയുന്നില്ല. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ താവളങ്ങൾ ഉടനടി വൈൻഡപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആയുധ ശേഷി കുറച്ചുകൊണ്ടുവരികയോ ഇറാന് ഒരു ത്രെട്ടും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ഉറപ്പുകൾ കൊടുക്കുകയോ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. കാരണം ഈ താവളങ്ങൾ 19ഓളം താവളങ്ങളാണുള്ളത്. ഈ താവളങ്ങൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയോ അത് കുറച്ചുകൊണ്ടുവരികയോ ചെയ്യുന്നത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെയാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത്. നഷ്ടപരിഹാരം വാറിനുണ്ടായ, യുദ്ധത്തിലുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം, വാർ കോമ്പൻസേഷൻ നൽകണമെന്ന ഇറാന്റെ ആവശ്യം ഒരു രീതിയിലും അമേരിക്കയ്ക്ക് എന്റർടൈൻ ചെയ്യാവുന്ന ഒരു ആവശ്യമല്ല. അതേസമയം ഉപരോധം പിൻവലിക്കുക വഴി ഇറാന്റെ എണ്ണ പുറം ലോകത്ത് വിൽക്കാൻ കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്യാഷ് ഫ്ലോ ഉണ്ടാകും. അത് മതിയാകും ഒരുപക്ഷെ ഈ റിപ്പയറിങ്ങിന്, അതായത് യുദ്ധം കൊണ്ട് തകർന്നു പോയ ഇൻഫ്രാസ്ട്രക്ചർ പുനരുജ്ജീവിപ്പിക്കാൻ ഏതാണ്ട് വർഷങ്ങളോളം എടുക്കും. എങ്കിൽ പോലും അതൊരു രീതിയിൽ ശരിയാകും. പക്ഷെ ഉപരോധം പിൻവലിക്കുന്നതിനെ കുറിച്ച് ഉറപ്പുകൾ നൽകാനും അമേരിക്കയ്ക്ക് തയ്യാറാകാൻ കഴിയുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ചുള്ള കാര്യമാണ്. ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകും, യുറേനിയം സമ്പുഷ്ടീകരണം തുടരും. 60% സമ്പുഷ്ടീകരിച്ച് ഏതാണ്ട്
480 കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. അത് ആഴങ്ങളിൽ സുരക്ഷിതമായി നിക്ഷേപിച്ചിരിക്കുകയാണ്, കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ റഷ്യയിലേക്ക് നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് വ്ളാഡിമിർ പുടിൻ ഓഫർ പറഞ്ഞിരിക്കുന്നത്. പുടിൻ ഇപ്പൊ ഇതിനിടയിൽ നയതന്ത്ര നീക്കവുമായി വന്നു. തങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ കഴിയും. അത് മാത്രമല്ല, ആണവ വിഷയമെങ്കിൽ തങ്ങളൊരു ആണവ ശക്തിയാണ്. ഫിസൈൽ മെറ്റീരിയൽ കൈകാര്യം ചെയ്യാൻ അറിയാം. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ സുരക്ഷിതമായി റഷ്യയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം, അതവിടെ സുരക്ഷിതമായിരിക്കും എന്ന ഉറപ്പാണ് റഷ്യ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അമേരിക്ക അതിനോട് പ്രതികരിച്ച് കാണുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം തുടരും. അത് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ കരാറിൽ എത്തിച്ചേർന്നാലും ഇല്ലെങ്കിലും അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെ തുടരാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ വരുമ്പോൾ രണ്ടു പക്ഷത്തു നിന്നും ഒരു പടിയിറക്കം സംഭവിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു കരാറിൽ ഏർപ്പെടുക? അത് മാത്രമല്ല, ആവശ്യം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സിമ്പിൾ കരാറിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല ഇവിടെ ഉള്ളത്. ഈ ഗൾഫ് മേഖലയ്ക്ക്, GCC മേഖലയ്ക്ക് ന്യായമായ ഉറപ്പുകൾ നൽകാൻ കഴിയണം. അമേരിക്കയുടെ സേനാ സാന്നിധ്യം കൊണ്ട് മാത്രം ഇറാന്റെ ആക്രമണ ഭീഷണി അവിടെ നിന്ന് ഒഴിവാകുന്നില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും ഇറാനെയും അമേരിക്കൻ താല്പര്യങ്ങളെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സമഗ്ര മേഖലാ കരാർ അതുൾപ്പെടെ ഉണ്ടായില്ല എങ്കിൽ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിലാണെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്നതിന് സമാനമായിരിക്കും. അതുകൊണ്ട് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ വെച്ച് നടന്നുകൊണ്ടിരുന്ന ഈ സന്ധി സംഭാഷണങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുമോ എന്ന് നോക്കേണ്ടതുണ്ട്. 22-ാം തീയതി വരെ വെടിനിർത്തൽ സമയമുണ്ട്. അതിന് മുമ്പിൽ തന്നെ അമേരിക്ക ആക്രമണം പുനരാരംഭിക്കുമോ, കരയുദ്ധത്തിലേക്ക് നീങ്ങുമോ, ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമോ, ഇതേക്കുറിച്ചൊന്നും ഇപ്പോൾ കാര്യമായ നിശ്ചയമില്ല. അതുകൊണ്ട് 22-ാം തീയതി വരെ ഉദ്യോഗത്തിന്റെ മുൻവരയിലാണ്. 22-നുള്ളിൽ ഒരു ഫർദർ നെഗോസിയേഷൻ, ഫർദർ ഡീൽ എന്ന നിലയിൽ ചിന്തിക്കുന്ന അനേകരുണ്ട്. അതിനൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ആശംസിക്കേണ്ടതുള്ളൂ. മറ്റൊരു കാര്യം, ഇറാൻ എങ്ങനെയാണ് ഇത്രയും ഒരു കോൺഫിഡന്റ് ഉണ്ടാകുന്നത്? എന്തായാലും അമേരിക്ക പറഞ്ഞതിനനുസരിച്ച് ചർച്ചയ്ക്ക് അവർ തയ്യാറായി, ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞെങ്കിലും, പക്ഷേ എങ്കിലും ഇപ്പോൾ റഷ്യയും ചൈനയും സഹായിക്കും എന്നുള്ള, കൂടെ നിൽക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഇപ്പോഴും ഇത്രയും ബോൾഡായിട്ട് ഞങ്ങൾ ആണവ കാര്യത്തിൽ നിലപാടെടുക്കുന്നത്? അതുപോലെ തന്നെ യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹൊർമൂസ് ഇപ്പോഴും തുറക്കാൻ കൃത്യമായി ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഞങ്ങൾ തയ്യാറാവില്ല എന്ന അങ്ങനെ അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്രയും ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇറാൻ എങ്ങനെയായിരിക്കും കഴിയുന്നത്? ഇറാന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ ചരിത്രത്തിന്റെ പിൻബലമാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ചരിത്രത്തിൽ ഒരു ശക്തിക്കും പൂർണ്ണമായി ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൈവശം വെച്ച് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്രത്തിന്റെ പിൻബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഇറാന്റെ ടോപ്പോഗ്രഫി, വൈവിധ്യമാർന്ന ഉപരിതല ഘടനയാണ് ഇറാനുള്ളത്. തെക്ക് പേർഷ്യൻ കടൽ, അത് തീർച്ചയായും ഒരു സ്ട്രാറ്റജിക് മേഖലയാണ്. ഹോർമൂസിന്റെ മേൽ ഇറാനുള്ള നിയന്ത്രണം തുടരുന്നിടത്തോളം കാലം ഇറാനുമായി സന്ധി ചെയ്യാൻ മറുപക്ഷം നിർബന്ധിതരാകും. അതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. കാരണം ജിയോഗ്രാഫിക് അഡ്വാൻറ്റേജ്, ജിയോ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ്, ആ മുനമ്പ് ഭാഗം, അത് ഇറാന് കൈവശം വെക്കാനും ഇറാന് കൺട്രോൾ ചെയ്യാനും കഴിയുന്ന ഒരു ടോപ്പോഗ്രഫിയാണ്. അല്ല എങ്കിൽ വലിയ രീതിയിലുള്ള ബലപ്രയോഗം വേണ്ടിവരും അത് വിടുവിപ്പിക്കാൻ. അതാണ് രണ്ടാമത്തെ കാര്യം. അതുപോലെ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ സുഗമമായി പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ സാഗ്രോസ് മൗണ്ടൻസിൽ നിന്നും കടന്നു വരാൻ സാധ്യതയുള്ള മിസൈൽ ഭീഷണി വളരെ വലുതാണ്. ഇറാന്റെ തെക്ക് ഭാഗത്തെ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി ഏതാണ്ട് 1600 കിലോമീറ്റർ ദൈർഘ്യമുള്ള വലിയ മലനിരകളാണ്. ചില മലകൾക്ക്, ചില കുന്നുകൾക്ക്, പർവ്വതങ്ങൾക്ക് 4000 മീറ്റർ വരെ ഉയരമുണ്ട്. ആ ഒരു മൗണ്ടൻ റേഞ്ചസിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് പേർഷ്യൻ ഗൾഫിലൂടെ പോകുന്ന കപ്പലുകളെ നേരെ മിസൈൽ വർഷിക്കാൻ ഇറാന് നിഷ്പ്രയാസം കഴിയും. ഇറാന്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി തകർത്തു എന്ന് അമേരിക്ക പറയുമ്പോഴും അതിന് സ്ഥിരീകരണം പൂർണ്ണമായി ലഭിക്കുന്നതുമില്ല. അത് കഴിഞ്ഞ് സാഗ്രോസ് മൗണ്ടൻസ് കിടന്ന് സമതലത്തിലേക്കും മരുഭൂമിയിലേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ വിശാലമായ മരുഭൂമികളും വളരെ വലിയ ചൂടുള്ള മധ്യ ഇറാനുമാണുള്ളത്. വടക്കൻ ഇറാൻ കാസ്പിയൻ കടലാണ് അതിർത്തി. അവിടെ നിന്നും മറ്റൊരു മൗണ്ടൻ റേഞ്ചസ് ആണ് ടെഹ്റാൻ പോലെയുള്ള വടക്കൻ നഗരങ്ങളെ, പ്രധാന നഗരങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് എവിടെ നിന്നാണെങ്കിൽ, പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിലൂടെ, അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ അവരുടെ കിഴക്കൻ പടിഞ്ഞാറൻ പ്രദേശത്തുകൂടി, അല്ലെങ്കിൽ ഇറാഖിൽ നിന്നാണെങ്കിൽ ഇറാഖിന്റെ കിഴക്ക് പ്രദേശത്തുകൂടി, എവിടെ നിന്നെങ്കിലും രാജ്യത്തേക്ക്, ഇറാനിലേക്ക് പ്രവേശിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു മറൈൻ ഓപ്പറേഷനിലൂടെയോ ആംഫീബിയൻ ഓപ്പറേഷനിലൂടെയോ കീഴടക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. എയർലിഫ്റ്റിംഗ് വേണ്ടി വന്നാൽ they become sitting ducks under Iranian crossfire. ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായിരിക്കെ പരമാവധി ചെയ്യാൻ ഒക്കുന്നത് ചെറിയ ദ്വീപുകൾ, ഖാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള
ചില ദ്വീപുകൾ പിടിച്ചെടുക്കുക, ഏറിയൽ ബോംബിംഗ് തുടരുക, പരമാവധി നാശനഷ്ടങ്ങൾ ആകാശത്ത് നിന്നുകൊണ്ട് വരുത്തുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്ന് ഇറാൻ അറിയാം. ഇതെല്ലാം ഇറാൻ പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചൈനയും റഷ്യയും നൽകുന്ന ലോജിസ്റ്റിക്കൽ സപ്പോർട്ട്, അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ, ചൈനീസ് സാറ്റലൈറ്റുകൾ, റഷ്യൻ സാറ്റലൈറ്റുകൾ നൽകുന്ന അമേരിക്കൻ ആർമി കോളംസിന്റെ മൂവ്മെന്റിനെ കുറിച്ച്, വിമാനങ്ങളുടെ പൊസിഷനെ കുറിച്ച്, കപ്പലുകളുടെ സ്ഥിതിയെക്കുറിച്ച് എല്ലാം നൽകുന്ന വിലയേറിയ വിവരങ്ങൾ ഇറാൻ ഇതുവരെ തുണയായിട്ടുണ്ട്, ഇനിയും തുണയാകും എന്നതാണ് പ്രതീക്ഷ. അത് മാത്രമല്ല, ഇറാന്റെ ഒരു ഡിഫൻസ് പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒരു മൊസൈക്ക് പാറ്റേൺ ഓഫ് ഡിഫൻസ് ആണ്. ഇറാന് 31 പ്രവിശ്യകളാണുള്ളത്. ഈ 31 പ്രവിശ്യകളിലും വെവ്വേറെ കമാൻഡുകളാണ്. അതുകൊണ്ട് സെൻട്രൽ കമാൻഡ് തകർന്നാലും, ആധ്യാത്മിക നേതൃത്വം അവസാനിച്ചാലും, ഇറാന്റെ പ്രസിഡന്റ് തന്നെ വധിക്കപ്പെട്ടാലും ശരി, ഇറാനിൽ ഓരോരോ തുരുത്തുകളായി നിന്നുകൊണ്ട് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഇറാന് കഴിയും. ആ രീതിയിലാണ് ഇറാൻ ഡിഫൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇറാനെ കരയുദ്ധത്തിൽ തോൽപ്പിക്കാനാവില്ല എന്നതാണ് ഇറാന്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് കരയുദ്ധത്തിലേക്ക് വേണമെങ്കിൽ നീണ്ടോട്ടെ, നീണ്ടു പോയാൽ സമ്മർദ്ദം അമേരിക്കയ്ക്ക് തന്നെയാവും. ഇസ്രായേൽ സമ്മർദ്ദമൊന്നുമില്ല. ഇസ്രായേൽ പരമാവധി ഇറാന്റെ പ്രഹരം, ഇറാന്റെ മേലുള്ള പ്രഹരം എന്നതാണ് ഉദ്ദേശം. അമേരിക്കയ്ക്ക് അങ്ങനെയല്ല. അമേരിക്കൻ പ്രസിഡന്റിന്, അമേരിക്കൻ കോൺഗ്രസിനോട് കണക്ക് പറയേണ്ടി വരും, ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇറാന്റെ ആത്മവിശ്വാസം ഇപ്പോഴും നഷ്ടപ്പെടാതിരിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഡോക്ടർ മോഹൻ വർഗീസ്, അന്താരാഷ്ട്ര നിരീക്ഷകൻ, അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചേർന്നത്. വളരെ നന്ദി.